നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജീവിതം ഒരു തരി പോലും ബാക്കിയില്ലെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഇതൊരമ്മയുടെ കഥയാണ്. ബാംഗ്ലൂർ സ്വദേശിയായ നേഴ്സായ അനാഥയായ ഒരമ്മ. അമ്മ വിവാഹം കഴിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ അമിത മദ്യപാനം മൂലം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ തീരുമാനിക്കുകയാണ് എല്ലാം അവസാനിപ്പിച്ച് കളയാം. പക്ഷെ ഒറ്റയ്ക്ക് മരിക്കാൻ പേടി. താൻ ഇല്ലാണ്ടായാൽ തൻ്റെ മകൻ വീണ്ടും അനാഥനാക്കപ്പെടും. അവന് വീണ്ടും താൻ അനുഭവിച്ച അതേ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്ന പേടിയിൽ അമ്മ മറ്റൊരു തീരുമാനം കൂടി എടുക്കുകയാണ്. ലോകത്തൊരമ്മയും എടുക്കാത്തൊരു തീരുമാനം അമ്മ എടുക്കുന്നു. തൻ്റെ മകനെയും കൂടെ തൻ്റെ കൂടെ കൊണ്ടുപോകാം. അങ്ങനെ അന്ന് രാത്രി ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി തൻ്റെ മകൻ്റെ ചുണ്ടിലേക്ക് ആ അമ്മ വെച്ചു കൊടുക്കാൻ പോവാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ അമ്മയ്ക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ മകൻ ആ അമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ നീ ആ ഭക്ഷണം എൻ്റെ നാവിൽ വെച്ച് തരാനത്? അപ്പം ആ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എടാ, നിൻ്റെ ചുണ്ടിലേക്ക് ആ ഭക്ഷണം വെക്കാൻ നേരത്ത് നീ എന്നെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ, എൻ്റെ മകൻ്റെ ആ മനോഹരമായ പുഞ്ചിരി കണ്ടപ്പം എനിക്കെന്തോ നിന്നെ ഇല്ലാണ്ടാക്കാൻ തോന്നിയില്ല എന്ന്. ഇന്ന് ആ മകനെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച പ്രകാശ് രാജിൻ്റെ ജീവിത കഥയാണിത്. ഇനി മറ്റൊരു വ്യക്തി, തോൽവിയെ തോൽപ്പിച്ച വ്യക്തി. ചെറുപ്പം മുതലേ നടനാവണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി ചെറുപ്പത്തിൽ തന്നെ കരാട്ടെ, ബോക്സിംഗ്, ഡ്രൈവിംഗ്, സ്വിമ്മിംഗ് മുതലായ സ്കിൽസൊക്കെ ഇയാൾ സ്വായത്തമാക്കി. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തൻ്റെ കൗമാരവും യൗവനമൊക്കെ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അങ്ങനെ IIT മദ്രാസിൽ നിന്ന് മികച്ച നടനുള്ള പുരസ്കാരവും നേടി ബൈക്കിൽ സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ചപ്പം അപ്രതീക്ഷിതമായിട്ടൊരു അപകടത്തിൽ അദ്ദേഹം പെട്ടു. ആ അപകടത്തിന് ശേഷം നീണ്ട 3 വർഷമാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നത്. അതിനുശേഷം 1 വർഷം ക്രച്ചസിലും അദ്ദേഹത്തിന് കാലം തള്ളി നീക്കേണ്ടി വന്നു. 23 സർജറികളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ ഡോക്ടർമാർക്ക് ചെയ്യേണ്ടി വന്നത്. ഈ സർജറികൾക്ക് ശേഷം ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്കൊരിക്കലും ഈ കാലുപയോഗിച്ച് നടക്കാൻ സാധിക്കുകയില്ല എന്ന്. അത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു വല്ലാത്തൊരു പ്രഹരമുണ്ട്. നടനാവണമെന്ന വല്ലാത്തൊരു വെറി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാണ്. എന്തായാലും ഞാൻ നടനാവും, എന്തായാലും എനിക്ക് നടക്കണം, അല്ല എനിക്ക് ഓടണം. ആ ഒരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് കഠിനമായ വേദനകൾ സഹിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. നീന്തൽ പരിശീലനത്തിന് അതേ കാലം വെച്ച് അദ്ദേഹം പോയി. പിന്നെ മെല്ലെ മെല്ലെ നടക്കാൻ കഴിയുമെന്ന അവസ്ഥയിലായി. എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ചെറിയ വേഷങ്ങൾ ചെയ്തു. നീണ്ട 10 വർഷം കാത്തിരുന്നു. 10 വർഷത്തിന് ശേഷമാണ് നായകനായിട്ടൊരു സിനിമയിൽ അരങ്ങേറാൻ സാധിച്ചത്. ആ സിനിമയുടെ പ്രദർശനത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ചിത്രീകരണത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ അതൊരു താരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദയമായിരുന്നു. അതെ, സേതു എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും തമിഴകത്തിനുമെല്ലാം സുപരിചിതനായ വിക്രത്തിൻ്റെ ജീവിതകഥയാണിത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങളെ തള്ളി താഴെ ഇടുന്നുണ്ടെങ്കിൽ അത് മനോഹരമായൊരു നാളെ നിങ്ങൾക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷകൾ അറ്റുപോയി ജീവിക്കുന്നവരാവാതിരിക്കുക.